നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. അപ്പോൾ ഇന്ന് ദീപാവലിയാണ്. എല്ലാവർക്കും വലിയ ദീപാവലി ആശംസകൾ, പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ് ആദ്യം തന്നെ. നമുക്ക് ഇന്ന് ദീപാവലി ദിവസം തന്നെ രാവിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നെടുമങ്ങാട്, തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഡിവൈഎഫ്ഐയും SDP തമ്മിലുള്ള സംഘർഷം എന്നുള്ള വാർത്ത. SDP എന്ന് പറയുന്ന തീവ്രവാദികൾ, അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന രാജ്യം നിരോധിച്ച തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ സംഘടന, ആ രാഷ്ട്രീയ സംഘടനയുള്ള SDP വോട്ടും വാങ്ങിയിട്ട് വിജയിച്ചിട്ടുള്ള ഇടതും വലതുമായിട്ടുള്ള ഒരുപാട് എണ്ണത്തെ നമുക്ക് അറിയാൻ പറ്റും. അവരൊന്നും ഒരിക്കലും SDP എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയുടെ, അതല്ലെങ്കിൽ അനിയൻ ബാവ, ചേട്ടൻ ബാവ തീവ്രവാദികൾ, ഈ തീവ്രവാദികളെ തള്ളിക്കളയുന്നു നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇന്ന് ഇപ്പൊ ഈ നെടുമങ്ങാട് നടന്ന ഈ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കളിക്കുന്ന, പരിശീലിക്കുന്ന ആ ഒരു DYFI SDP സംഘർഷം, അതിൽ DYFIക്കാരന് വയറു നിറച്ചും കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു ആംബുലൻസും വേറെയും കുറെ വാഹനങ്ങളൊക്കെ SDP തീവ്രവാദികൾ കത്തിച്ചിട്ടുമുണ്ട്. SDP തീവ്രവാദികളുടെ ഒരു ആംബുലൻസ് എന്തോ ചില്ല് തല്ലിപ്പൊട്ടിക്കുക, അങ്ങനെ എന്തോ ഒരു തുടങ്ങിയ ഒരു വിഷയമാണെന്നുള്ളത് നമ്മൾക്കറിയാം. നമുക്ക് ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഇതൊരു വാർത്തയാണ്. മറ്റൊരു വാർത്ത നമ്മൾ ഈ അടുത്ത നാളിൽ കണ്ടതാണ്. പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തെ റീത്താസ് കോൺവെന്റ് സ്കൂളായിട്ടുള്ള സെന്റ് റീത്താസ് സ്കൂള്. ആ സെന്റ് റീത്താസ് സ്കൂളിൽ ഒരു സുഡാപ്പി, ആ സുഡാപ്പിയുടെ മകളെ, മൂന്നാമത്തെ സ്കൂളാണ് ആ കുട്ടി മാറി മാറി വരുന്നത്. അത്തരത്തിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയെ ഈ മതവേഷം ധരിച്ചുകൊണ്ട്, പണ്ട് ജാമിദ ടീച്ചറും ആരിഫ് ഹുസൈൻ സാറും ഒക്കെ പറയുന്ന പോലെ അപ്പിക്കുപ്പായ ഇട്ടുകൊണ്ട് സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല. ഞങ്ങളുടെ കുട്ടികൾ യൂണിഫോം ഒന്നും ഇടില്ല, ഞമ്മന്റെ കിതാബിൽ മദ്രസ പൊട്ടൻ വെളിച്ചെണ്ണ ഉസ്താദ് പഠിപ്പിച്ച ആ കിതാബ്, അതല്ലെങ്കിൽ ആ കിതാബ് പ്രകാരമുള്ള വസ്ത്രമേ ഞങ്ങൾ ധരിക്കൂ എന്ന് പറഞ്ഞ് ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഒരു സ്കൂളിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സുഡാപ്പി, ആ സുഡാപ്പിയെ പിന്താങ്ങിക്കൊണ്ട് അവിടുത്തെ SDP വരുന്നു. അത് വലിയ വിവാദമാവുന്നു. എന്നിട്ടോ നോക്കൂ, കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ട് കുത്തുന്ന ഒരു വിഭാഗമാണ് ക്രിസ്തീയ സമൂഹം. ഈ ക്രിസ്തീയ സമൂഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ രംഗത്ത് വന്നില്ല. ആരാ വന്നത്? ഈ പറയുന്ന ഈ ക്രിസ്ത്യാനികൾ, കോൺഗ്രസ്സുകാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ. രായ്ക്കുരാമാൻ ഇടയ്ക്കിടെ പുട്ടിന് പേരിടുന്ന പോലെ RSS BJP വിരുദ്ധത, അല്ലെങ്കിൽ RSS BJP തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് കുരയ്ക്കുന്ന ഈ അച്ചായന്മാരെ രക്ഷിക്കാൻ, അതല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വന്നത് അവിടേക്ക് RSSകാരും BJPക്കാരും മാത്രമായിരുന്നു. എന്നിരുന്നാൽ ഇവരുടെ നന്ദിയൊന്നും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നം കാണുമ്പോൾ ഈ പറയുന്ന അച്ചായന്മാർക്ക്, കുഞ്ഞാടുകൾക്ക് ആ കൈപ്പത്തിയിൽ അങ്ങോട്ട് കുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ക്രിമികടിയാണ്. നോക്കൂ, ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഈ രണ്ട് വാർത്തകൾ, അതായത് SDP DYFI ഈ പ്രശ്നം നടക്കുമ്പോൾ പോലും DYFIക്കാരന് വയറു നിറച്ചും കിട്ടിയിട്ടും DYFIക്കാരൻ എവിടെയും പറയുന്നില്ല SDP തീവ്രവാദികളാണ് ഞങ്ങളെ ആക്രമിച്ചത് എന്ന്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് DYFIയുടെയും CPMന്റെയൊക്കെ നേതാക്കന്മാർ ഈ ഒരു വിഷയത്തെ അപലപിച്ച് കണ്ടു നമ്മൾ. ആ അപലപിച്ച എവിടെയും SDP തീവ്രവാദികളാണ് ഞങ്ങളെ ആക്രമിച്ചതെന്ന് പറയുന്നില്ല. അത് ഇനി ഒരു പക്ഷെ നാളെ ഞങ്ങളെ ആക്രമിച്ച RSSകാരാണെന്ന് പറഞ്ഞു വരാനും സാധ്യതയുണ്ടെന്ന് കൂടി ഇവിടെ ഇപ്പൊ തന്നെ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും നെടുമങ്ങാടുള്ള ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിച്ചിരുന്നു. SDP പോയിട്ട്, തീവ്രവാദികളെ പോയിട്ട് DYFIക്കാർ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഞൊടിഞ്ഞു. ഈ ഞൊടിഞ്ഞപ്പോ, അല്ലെങ്കിൽ ചൊറിഞ്ഞു, ഈ ചൊറിഞ്ഞതോടുകൂടി SDP തീവ്രവാദികൾ ഈ DYFIക്കാരെ കയറി മാന്തുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ കണ്ട് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയം ഇത് തന്നെയാണ് അവിടെയും നടന്നത്. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പോയിട്ട് ഇസ്രായേലിനെ പോയിട്ട് ഒന്ന് ഇങ്ങനെ ചൊറിഞ്ഞു ചെറുതായിട്ട്. ആ ചൊറിഞ്ഞതോടുകൂടി ഇസ്രായേൽ കയറിയിട്ടാണ് മാന്തിയപ്പോ മോങ്ങല് തുടങ്ങി ഞമ്മന്റെ തള്ളാഹു കുക്കുംബർ ടീമുകൾ മൊത്തം എന്ന് നമ്മൾ കണ്ടു. അതേപോലെ ഇപ്പോ DYFIക്കാർ മോങ്ങിക്കൊണ്ട് രംഗത്തിറങ്ങിയിട്ട്, എന്നാലും പറയില്ല കേട്ടോ ഞങ്ങളെ ആക്രമിച്ച് ഈ പറയുന്ന തീവ്രവാദികളാണ് എന്നവർ പറയില്ല. ഇതൊക്കെ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഈ വാർത്തകളിൽ എവിടെയും ഇസ്ലാമിസ്റ്റുകൾ, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഈ തീവ്രവാദികളെ പച്ചയ്ക്ക് തള്ളി പറഞ്ഞുകൊണ്ടോ ഒരു കോൺഗ്രസ്സുകാരനും ഒരു CPMകാരനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കോൺഗ്രസ്സുകാരനും രംഗത്ത് വരാത്തത് എന്തുകൊണ്ട് എന്നുള്ള വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള ചില കണക്കുകൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അത് കുറെ മുൻപുള്ള ഒരു ആർട്ടിക്കിളാണ്, ചെറിയൊരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ കണക്ക് പ്രകാരം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ആർട്ടിക്കിളിൽ പറയുന്ന കണക്കുകൾ ഉണ്ടല്ലോ, ഇത് ഭീകരമായിട്ടുള്ള കണക്കാണ്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ചവിട്ടി അരച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും മുൻപ് ഭരിച്ച കോൺഗ്രസ് പാർട്ടി ആയാലും UDF LDF ഈ ഹിന്ദു ക്രിസ്ത്യാനികളെ ചവിട്ടി അരക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പള്ളുരുത്തി ആ സ്കൂളിന്റെ കാര്യവും, അതുപോലെ ഈ പറയുന്ന നെടുമങ്ങാട് നടക്കുന്ന DYFI SDP തീവ്രവാദികളുടെ
ആ പരസ്പരമുള്ള ആക്രമണവും ആ രണ്ട് വാർത്തകൾ ഇവിടെ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ഞങ്ങളെ ചെയ്താലും ഞങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളെ തള്ളി പറയില്ല, തീവ്രവാദികളെ ഞങ്ങൾ തള്ളി പറയില്ല എന്ന്. എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എല്ലാ മതേതരത്വ വിശ്വാസികൾക്കുമായി ഒരു തുറന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മാസങ്ങൾക്ക് മുൻപുള്ള ഒരു ആർട്ടിക്കിളാണ് ഇത്. ഗംഭീര ആർട്ടിക്കിളാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി കേരളത്തിലെ മദ്രസകളുടെ എണ്ണം സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനം ഈ വിഷയത്തിൽ വേണമെന്ന് തോന്നിയതും അതിൻ പ്രകാരം ലഭിച്ച കുറച്ച് അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണം എന്നും തോന്നിയത്. കേരളത്തിലെ ആകെ ജനസംഖ്യ മൂന്നര കോടിന് മുകളിൽ വന്നിട്ടുണ്ട്. ഇതിൽ 3.5 കോടി എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും ഒരു 6-7 ലക്ഷത്തിന്റെ ഒക്കെ അധികം ഉണ്ടായിരിക്കും എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ 3.5 കോടി എന്ന് പതിറ്റാണ്ട് മുമ്പേ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു 2011-12 ശേഷമൊന്നും ഇവിടെ സെൻസസ് എടുത്തിട്ടില്ല. സെൻസസ് എടുത്താൽ ഇതിന്റെ ഭീകരത എല്ലാ ജനങ്ങളും അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അടുത്ത കാലത്തൊന്നും ഇത് എടുക്കാനും പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. എന്തായാലും കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി എന്ന് തന്നെ വെക്കാം നമ്മൾക്ക്. ഇനി അതല്ലെങ്കിൽ 3,56,00,000 അല്ലെങ്കിൽ 57 ലക്ഷം ഉണ്ട് എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ അത് പറയുന്നു 88,73,472. നമുക്ക് ഇത് ഏകദേശം ഒരു വർഷമായിട്ട് മുമ്പുള്ള ആർട്ടിക്കിളാണ്. അതിനുശേഷം കുറച്ചുകൂടിയൊക്കെ വളർച്ച വന്നിട്ടുണ്ടായിരിക്കും. അതായത് ഏകദേശം 26-27% മുസ്ലിങ്ങൾ ഇവിടെ വളർന്നിട്ടുണ്ട് ജനസംഖ്യ. ഇനിയാണ് രസം. കേരളത്തിലെ മദ്രസകളുടെ എണ്ണം 21,683 അതായത് കേരളത്തിലെ അധ്യാപകരുടെ എണ്ണം, മദ്രസ അധ്യാപകരുടെ എണ്ണം എത്രയെന്നറിയാമോ? 2,04,683. ഇനി എന്താണ് ഈ മദ്രസ അധ്യാപകന്മാരെ എത്ര പെരുകിക്കോട്ടെ എന്ന് നമുക്ക് എന്താന്ന് തോന്നുന്ന ആളുകളുണ്ടായിരിക്കും. മക്കളെ, അവിടെയാണ് പ്രശ്നം. ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ടാണ് ഈ തീവ്രവാദം പഠിപ്പിക്കുന്ന തീവ്രവാദികൾക്ക് ശമ്പളം കൊടുക്കുന്നതും ആനുകൂല്യം കൊടുക്കുന്നതും എന്ന ഞെട്ടിക്കുന്ന വിവരം നിങ്ങൾ അറിയണം. ഞാനും നിങ്ങളും അടക്കുന്ന നികുതി കാശ് എടുത്തിട്ട് മദ്രസ അധ്യാപകന്മാർക്ക് ആനുകൂല്യവും ശമ്പളവും കൊടുക്കുന്ന സിസ്റ്റം അത് ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയും കാണാൻ പറ്റില്ല. എന്തേ ക്രിസ്ത്യാനികളുടെ മതം പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്താ സർക്കാർ ഒന്നും കൊടുക്കാത്തത്? എന്താ ഹിന്ദുവിന് മതപാഠശാല ഇല്ല? കാരണം മതപാഠശാല തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി ഹിന്ദുത്വ ഭീകരത എന്ന് പറഞ്ഞ് ആട്ടിപ്പുറത്താക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ജിഹാദികൾ അടക്കം രംഗത്ത് വരുമെന്ന് നമുക്കറിയാം. അത് ഹിന്ദുക്കളുടെ ഒരു ശാപമാണ് എന്നും അറിയാം. കാരണം ഹിന്ദുവിന്റെ വോട്ട് നേടി വിജയിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഹിന്ദുവിന്റെ ഒരു ആചാരവും അനുഷ്ഠാനവും പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. അത് പോട്ടെ, നമുക്ക് മാറ്റിവെക്കാം. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനിക്കും ഒരു ഹിന്ദുവിന്റെയും മതം പഠിപ്പിക്കുന്ന ഒരാൾക്കും ഒരു രൂപ സർക്കാർ കൊടുക്കില്ല. പക്ഷെ ഞമ്മന്റെ ആൾക്കാരുടെ മദ്രസകളുടെ എണ്ണം എത്രയാണ്? 2,04,683. ഇനിയോ കേരളത്തിലെ മദ്രസകളുടെ എണ്ണം 21,683. മദ്രസ അധ്യാപകരുടെ എണ്ണം 2,04,683. ഇനി ഇതിന്റെ രസം എന്തെന്നറിയാമോ? കേരളത്തിലെ പഞ്ചായത്തുകളുടെ ആകെ എണ്ണം 941 നമ്മൾക്കറിയാം. ഈ 941 എന്നുള്ള പഞ്ചായത്തുകൾ, ഈ പഞ്ചായത്തിനെ കൊണ്ട് ടോട്ടൽ മദ്രസകളുടെ എണ്ണം ഉണ്ടല്ലോ, അതിന്റെ അടിയിൽ ബാർ ഇട്ടിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് അറിയാമോ? അതായത് ടോട്ടൽ മദ്രസകൾ 21,683 ഹരിക്കണം 941 എന്ന് നിങ്ങളൊന്ന് നോക്കുക. എത്ര കിട്ടുക അറിയാമോ? 23 പോയിന്റ് സംതിങ് ആണ്. നമുക്ക് സംതിങ് ഒഴിവാക്കാം. അതായത് ഒരു പഞ്ചായത്തിൽ 23 മദ്രസകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 23 മദ്രസകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വാർഡിൽ ഒന്നിനധികം 2ഉം 3ഉം ഒക്കെ ഈ മദ്രസകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾക്കറിയാം, ഒരു വാർഡിൽ ഒരു സ്കൂൾ ഉണ്ടോ? ഒരു വാർഡിൽ ഒരു സ്കൂൾ ഉണ്ടോ? അങ്ങനെ ഒരു റേഷ്യോ നിങ്ങളൊന്ന് നോക്കുക. ഇല്ല. പക്ഷെ ഒരു വാർഡിൽ 1ഉം 2ഉം 3ഉം ഒക്കെ മദ്രസകൾ നമുക്ക് കാണാൻ പറ്റും. ഈ മദ്രസകൾ സമൂഹത്തിന് എന്താണ് നൽകുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വർഗീയ ആ ഒരു രൂപത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഈ മദ്രസകളുടെ പെരുക്കം കൊണ്ട് തന്നെയാണ്. ഈ കുട്ടികളുടെ കുഞ്ഞു തലച്ചോറിലേക്ക് ഈ മതവർഗീയത കുത്തിവെക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ഇവന്മാരിത് കാണിച്ച് സഹികെട്ട ഹിന്ദുവും ക്രിസ്ത്യാനിയും പ്രതികരിക്കും. അപ്പോഴെന്തായി? 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വന്നും ആ സ്പർദ്ധ ഇരട്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിന്റെ ആ ഒരു സംഘടിത വോട്ടായിട്ടുള്ള മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നു. ഈ മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നത് കാണുന്നതോടുകൂടി നിഷ്പക്ഷമായി നിൽക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി എന്ത് ചിന്തിക്കുന്നു? നമ്മളെ ഒന്നും സർക്കാരിന് ഒരു വിലയില്ല, അതുകൊണ്ട് എന്തിനാണ് നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുന്നത്. അങ്ങനെ ഹിന്ദുവും ക്രിസ്ത്യാനിയും പ്രതികരിക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്
തീവ്രത മാത്രം സംസാരിക്കുന്ന ഏതൊരു വിഷയമാണെങ്കിലും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എടുത്തു നോക്കുക, ആ വാർത്തകൾക്ക് താഴേക്ക് വരുന്ന കമന്റിൽ നോക്കിയാൽ മതി, എന്തൊക്കെയാണെങ്കിലും വർഗീയത മാത്രമായിരിക്കും. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പരസ്പരം പോരടിക്കുന്ന രീതി, ആ രീതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുത്തത് ഇവിടെ മാറി മാറി ഭരിച്ച ഇടതും വലതും തന്നെയാണ്. ഈ ഇസ്ലാമിക മുസ്ലിം പ്രീണനം ഒന്നുകൊണ്ട് മാത്രമാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കുന്ന നികുതി കാശെടുത്തുകൊണ്ട് ഈ മദ്രസാധ്യാപകന്മാർക്ക് ശമ്പളവും ആനുകൂല്യവും കൊടുക്കേണ്ട ആവശ്യം എന്ത് എന്ന് ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും ചിന്തിക്കാത്തതാണ് ഇവിടത്തെ ഈ ഇസ്ലാമിക പ്രീണനത്തിന് വലിയ കാര്യം എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കേരളത്തിലെ പഞ്ചായത്തുകളുടെ എണ്ണം 941 നമ്മൾക്കറിയാം. അങ്ങനെ ഈ ടോട്ടൽ മദ്രസകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 ഓരോ വാർഡുകളിൽ 2-3 മദ്രസകൾ ഉള്ളതായിട്ട് നമുക്ക് കണക്ക് കിട്ടും. ഇനി ഒരു മദ്രസ അധ്യാപകന്റെ ശമ്പളം എത്രയെന്നറിയാമോ? ഏകദേശം 25,000 രൂപയാണ് ഒരു മാസം. ഇതിന് വേറെ ഉണ്ട് കേട്ടോ. 100-300 രൂപയ്ക്ക് ഒരു മണിക്കൂറിന് ശമ്പളം പറ്റുന്ന മദ്രസ അധ്യാപകന്മാര് വേറെയുണ്ട്. ഒരു മാസം മദ്രസ അധ്യാപകന്മാർക്കായി ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന ശമ്പളം എത്രയെന്നറിയാമോ? കണക്ക് പോലും നമ്മൾക്ക് തെറ്റിപ്പോകുന്ന ഞമ്മന്റെ ശിവൻകുട്ടി പറയുന്ന പോലെ 511,707,000 എന്നൊക്കെ പറയുന്ന സംഖ്യയാണ് അവിടെ കിട്ടുക. നിങ്ങൾ നോക്കിയാൽ മതി. അതായത് 2,04,683 2,04,683 ഇൻറ്റു ഗുണിക്കണം 25,000 എന്നൊന്ന് നോക്കുക. നമ്മളൊക്കെ അത്ഭുതത്തോടെ അന്തം വിട്ടു നോക്കുന്ന ഒരു എമൗണ്ട് ആണ്. ആ സംഖ്യ നിങ്ങൾക്ക് തന്നെ ഞാനൊന്ന് ഗുണിക്കാൻ വേണ്ടി ഇട്ട് തരികയാണ്. കാരണം നിങ്ങൾ നേരിട്ട് അറിയണം ഇത്. അതിന്റെ കണക്കിതാണ് 2,04,683 ഇൻറ്റു ഗുണിക്കണം ഈ പറയുന്ന 25,000 എന്ന് നിങ്ങളൊന്ന് നോക്കുക. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കോടിക്കണക്കിന് രൂപയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശെടുത്ത് ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ മദ്രസാധ്യാപകന്മാർക്ക് ആനുകൂല്യത്തിന് ശമ്പളവും ഒക്കെ കൊടുക്കുന്നത് എന്നറിയുമ്പോൾ ഇനിയും പ്രതികരിക്കാതിരിക്കുന്ന ഹിന്ദുവെ, ഇനിയും പ്രതികരിക്കാതിരിക്കുന്ന ക്രിസ്ത്യാനി, നീയൊക്കെ ഏത് മൂഢ സ്വർഗത്തിലാണ് എന്ന് ആര് ചോദിച്ചു കഴിഞ്ഞാലും അവനെ കുറ്റപ്പെടുത്താനാവില്ല. ഇനിയോ, ഒരു മാസം മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന പെൻഷൻ പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ്. അത് ഓരോ കമ്മീഷനൊക്കെ വെച്ചുകൊണ്ട് ഓരോ സുഡാപ്പികളുടെ പേരുള്ള പാലോളി കമ്മിറ്റിയോ മറ്റേ കമ്മിറ്റിയൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് കമ്മിറ്റികളെ വെച്ച് പിണറായി വിജയൻ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇവന്മാർക്ക്. കാരണം എന്താ? ഇവന്മാരെ തീറ്റിപ്പോറ്റേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അത്യന്താഭിലാഷണീയമാണ്. കാരണം അത്ര കണ്ട ആവശ്യമാണ്. കാരണം എന്താ? ഇവർക്ക് ഇവരുടെ വോട്ട് നോക്കിക്കൊണ്ടാണ് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയുടെയും സംഘടിത വോട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവന്മാരുടെ സംഘടിത വോട്ട് പള്ളികളിലൂടെ പറയും ഇന്ന ആൾക്ക് വോട്ട് കുത്തിയാൽ മതി, അത് തന്നെ കുത്തുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ സംഘടിത വോട്ട് കിട്ടുന്നത് കൊണ്ട് ഇവന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നത് ഏകദേശം 2 ലക്ഷത്തിന് മേലെയുള്ള ഈ അധ്യാപകന്മാർക്ക് 6,000 രൂപ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 2 ലക്ഷം ഇൻറ്റു 6,000 എന്ന് എത്രയെന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഞെട്ടിപ്പോകുന്ന ഫിഗറാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനിയോ, ആകെ ഒരു മാസം മദ്രസ ശമ്പളവും പെൻഷനും കൂടി ഖജനാവിൽ നിന്ന് നൽകുന്ന പണം, അത് ഇതിനെ എത്രയോ കോടികളാ കൊടുക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇത് നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കുക എന്ന് എനിക്കറിയില്ല. കാരണം ഇത്ര തീവ്രമായിട്ടുള്ള ഈ കണക്കുകൾ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ ആർട്ടിക്കിൾ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ പേസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ പേസ്റ്റ് ചെയ്ത ആർട്ടിക്കിൾ അതൊന്ന് ടെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഇടുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫിഗർ കൃത്യമായിട്ടും കാണാൻ പറ്റും. ഒരു വർഷം കേരളത്തിൽ മദ്രസ ശമ്പളവും പെൻഷനും കൂടി കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ എത്ര ഹിന്ദുവിന്, എത്ര ക്രിസ്ത്യാനിക്ക്, ഒരു നേരത്തെ അന്നം പോലും കഴിക്കാനില്ലാത്ത എത്രയോ അധസ്ഥിത വർഗം, താഴെ തട്ടിലുള്ള പാവങ്ങൾ, അവരെയൊക്കെ പുനരുദ്ധരിക്കാൻ പറ്റും. ഇത് ഈ മദ്രസ അധ്യാപകന്മാർക്ക് കൊടുത്ത് തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഈ കുഞ്ഞു മക്കളിലേക്ക് മതവർഗീയത വളർത്തിയെടുക്കുന്നതിന് എന്തിനാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശിൽ നിന്ന്, ഖജനാവിൽ നിന്ന് ഇവർക്ക് ശമ്പളവും ആനുകൂല്യവും കൊടുക്കുന്നത് എന്ന് ആരും ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീവ്രവാദിയാണ്, നിങ്ങൾ ഹിന്ദുത്വ തീവ്രവാദിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സംഘിയാണ്, അതിന് മുസ്ലിം നാമധാരിയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ മുസംഘിയാണ്, ക്രിസ്ത്യൻ നാമധാരിയാണെങ്കിൽ നിങ്ങൾ ക്രിസംഘിയാണ്, ഹിന്ദുവാണെങ്കിൽ നിങ്ങൾ ചാണക സംഘിയായി മാറും. അവിടെ നിങ്ങളുടെ രാഷ്ട്രീയമൊന്നും അവർ നോക്കില്ല. സത്യം ധർമ്മം പറയുന്നവരെ എല്ലാവരെയും സംഘി എന്ന് പറയുന്ന ചാപ്പ കുത്തുമ്പോൾ ആ സംഘി എന്നത് കേൾക്കുമ്പോൾ അഭിമാനത്തോടുകൂടി കേട്ടുകൊണ്ട് തന്നെ സത്യം പറഞ്ഞുകൊണ്ട്, ധർമ്മം പറഞ്ഞുകൊണ്ട് ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ഇനിയും ഹിന്ദുവും ക്രിസ്ത്യാനിയും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരളം വിട്ടോടാൻ ഇതാ നിമിഷങ്ങളായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇത്രയും വലിയ വേദനയോടെ തന്നെ നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഇനിയോ,
അതിന്റെ അടിയിൽ NB എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഈ സംഖ്യ പരിശോധിക്കുന്നവർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. സംഖ്യയുടെ വലിപ്പം കൊണ്ട് കാൽക്കുലേറ്റർ എറർ കാണിക്കും. ആലോചിച്ച് നോക്കും. കാൽക്കുലേറ്ററിൽ 8 ഡിജിറ്റ് അല്ലെങ്കിൽ 9, 10 ഡിജിറ്റ് കഴിഞ്ഞാൽ പിന്നെ എറർ എന്ന് പറഞ്ഞിട്ടാ കാണിക്കുക. അത്ര വലിയ തുകയാണ്, കോടിക്കണക്കിന് തുകയാണ് ഈ പറയുന്ന മദ്രസ അധ്യാപകന്മാർക്ക് കൊടുക്കുന്നത്. ആർക്കു വേണ്ടി എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്തിനു വേണ്ടി? ഈ നാടിന് വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഈ മദ്രസകൾ പ്രവർത്തിക്കുന്നത്? ഈ മദ്രസയിലെ കുട്ടികളുടെ ഈ കുഞ്ഞു മസ്തിഷ്കത്തിലേക്ക് കുത്തിവെക്കുന്ന മതവർഗീയത കൊണ്ട് നമ്മുടെ നാടിന് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഈ ഗുണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും നികുതി കാശ് എടുത്ത് ഖജനാവിൽ നിന്ന് കൊടുക്കുമ്പോൾ അവരോട് മറുപടി പറയാൻ ഈ സർക്കാരുകൾ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മറുപടി കൊടുക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുവേ ഹേ ക്രിസ്ത്യാനി, നീയും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഈ കേരളം വിട്ട് ഉള്ള ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടേണ്ട അവസ്ഥ അടുത്തിരിക്കുന്നു. അത് തന്നെയാണ് പള്ളുരുത്തി സ്കൂളിൽ അവർ പരീക്ഷിച്ചത്. അത് തന്നെയാണ് അവർ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പരീക്ഷിക്കുന്നത്. അതും ആശുപത്രിയിൽ പോവേണ്ട ആംബുലൻസ് കത്തിച്ചുകൊണ്ടും തീവ്രവാദികൾ അഴിഞ്ഞാടുമ്പോൾ ആ തീവ്രവാദികൾക്കെതിരെ ഇത് തീവ്രവാദികളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് SDPI തീവ്രവാദിയെ തള്ളി പറയാനോ അവരുടെ SDPI എന്ന് പറയുന്ന പേര് പോലും പറയാൻ ഭയക്കുന്ന ഭരണകൂടങ്ങൾ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവർ പെറ്റുപെരുകി ഇവർ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അടക്കം കിട്ടേണ്ട ഇവിടുത്തെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു. മത തീവ്രവാദികളെ വളർത്തിയെടുക്കുമ്പോൾ അതിന് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും കയ്യിൽ നിന്നുള്ള കാശെടുത്ത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആനുകൂല്യം കൊടുക്കുമ്പോൾ ശമ്പളം കൊടുക്കുമ്പോൾ ഇനിയും ഹിന്ദുവും ക്രിസ്ത്യാനിയും നിശബ്ദത പാലിക്കുന്നത് എന്തിനാണ്? ഇനിയും നിങ്ങൾ കൈപ്പത്തി കാണുമ്പോൾ അതിനും പോയി കുത്തും, അരിവാൾ കാണുമ്പോൾ അതിനും പോയി കുത്താൻ ഇരിക്കുന്ന മണ്ടൻ ഹിന്ദുവാണെങ്കിൽ, മണ്ടൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഓർത്തോ, നിന്റെ ശവക്കുഴി, നിന്റെ ശവപ്പെട്ടി റെഡി ആയിട്ടുണ്ട്. അരിയും മലരും കുന്തിരിക്കും ഒക്കെ തയ്യാറാക്കി വെച്ചോ. നിന്റെയൊക്കെ കാലന്മാരായി ഞങ്ങൾ വരുന്നു എന്ന് ഒരു കുട്ടിക്കാലനെ തോളിലിരുത്തിക്കൊണ്ട് വലിയൊരു മുതുകാളൻ വിളിപ്പിച്ച മുദ്രാവാക്യം മറന്നോ ഹിന്ദുവേ, മറന്നോ ക്രിസ്ത്യാനി? നീ ഇല്ലല്ലോ. അതിന്റെ കാലമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ നിങ്ങളുടെ മുൻപിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കണക്ക് നിങ്ങൾക്ക് തന്നെ ഒന്ന് കുണിച്ചോ അല്ലെങ്കിൽ ഹരിച്ചോ നോക്കാം. ഈ കമന്റ് ആയിട്ട് ഞാൻ ആദ്യ കമന്റ് ആയിട്ട് ഈ ആർട്ടിക്കിൾ ഇടുന്നുണ്ട്. ഇനി ഇതിന്റെയൊക്കെ ഈ വിവരം എവിടെന്നാ കിട്ടിയെന്നറിയാമോ? മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാരിൽ. ആരായിരുന്നു? KT ജലീൽ എന്ന് പറയുന്ന സിമി എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയിലൂടെ വളർന്നു വന്നൊരു തീവ്രവാദി. സിമി എന്ന് പറയുന്ന സംഘടന നിരോധിച്ചപ്പോൾ മെല്ലെ മുസ്ലിം ലീഗിലേക്ക് ചാടി. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, മോനെ നീ ഇവിടെ നിൽക്കല്ലേ, നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒന്ന് നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു ചാരനായി പ്രവർത്തിക്കണം എന്ന് പറയുന്നു. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയും ജലീലും തമ്മിൽ തല്ലാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നമ്മന്റെ ഈ സുഡാപ്പി, ഈ സിമി എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയിലെ തീവ്രവാദി നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നു. അവന് കൊടുത്ത മന്ത്രിസ്ഥാനം ഏതാ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ. ഈ ചങ്ങാതി നിയമസഭയിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൽ പറഞ്ഞ വിവരങ്ങളാണ് മേലെ നിങ്ങൾ കേട്ട വിവരം. അതുകൊണ്ട് തെളിവ് സഹിതമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ മാസങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ്, ഇറങ്ങിയതാണെങ്കിൽ പോലും ഇന്നും ഇതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. ഇനി മതേതര മനസ്സുകളോട് ഒരു ചോദ്യം. നിങ്ങൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ സമുദായത്തിലുള്ളവർക്കുള്ളത്? ആലോചിച്ച് നോക്കും. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവർക്കുള്ളത്? ഒറ്റ പ്രത്യേകതയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് നമ്മുടെ PC ജോർജ് ആശാൻ പറഞ്ഞ പോലെ ഇവർക്ക് ഫുള്ളായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാലോ. പൊന്നാനി പോയിട്ട് ചെയ്യുന്ന കർമ്മം അത്ര മാത്രമേ അല്ലേ ഉള്ളൂ. അതിലും അവർക്ക് കുറവാണ്, നമ്മൾക്ക് കൂടുതലാണ്. അത് മാത്രമാണോ യോഗ്യത? ഇത്തരത്തിലുള്ള ആളുകളുടെ യോഗ്യത നോക്കി ഇങ്ങനെയാണോ കൊടുക്കുന്നത്? നമുക്ക് ഒരു നേരത്തെ അന്നം കഴിക്കാനില്ലാത്ത ഹിന്ദുക്കൾ എത്രയുണ്ട്, ഒരു നേരത്തെ അന്നം കിടപ്പാടമില്ലാത്ത ക്രിസ്ത്യാനികൾ എത്രയുണ്ട്. ഇവരടക്കുന്ന നികുതി കാശ് എടുത്തിട്ട് പോലും ഈ പറയുന്ന മതതീവ്രവാദികൾക്ക് കൊടുക്കുമ്പോൾ എന്ത് ന്യായമാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഈ ഭാരതത്തിൽ ഇത്ര കണ്ടുള്ള സംസ്ഥാനങ്ങളിൽ ഈ കേരളത്തിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ എന്ന അപകടകരമായിട്ടുള്ള വസ്തുത ഇനി എന്നാണ് മലയാളിയായിട്ടുള്ള ഹിന്ദുവെ, മലയാളിയായിട്ടുള്ള ക്രിസ്ത്യാനിയെ നീ മനസ്സിലാക്കുക. ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും നികുതി പണമാണ് ഈ രീതിയിൽ ദുരുപയോഗിക്കപ്പെടുന്നത്. ഇനിയും ഈ അനീതി അനുവദിക്കണമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കേരളം മതേതര മണ്ണ് എന്ന് പറയുന്നവരോട് പറയാനുള്ള ഒരേ ഒരു വാക്ക്, കേരളം മതേതരമല്ല, മതഭ്രാന്തിന്റെ നാടാണ്. ഇത് കേരളമല്ല, മതഭ്രാന്തിന്റെ നാടാണ്. പിന്നെയോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു, കേരളം ഭ്രാന്താലയമാണ്, മതഭ്രാന്തന്മാരുടെ ഭ്രാന്താലയമാണ് എന്നുള്ളത്.
അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ജീവിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളോ അർഹതപ്പെട്ട ഒന്നുമേ നൽകാതെ മുസ്ലിം എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന ഒരു സമുദായത്തിന് മാത്രം എല്ലാം അങ്ങോട്ട് പതിച്ചു നൽകുമ്പോൾ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മൂന്നാംകിട ആളുകളായി മാറുന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു ഉത്തരവാദിയേ ഉള്ളൂ. ഹിന്ദുവെ നീ തന്നെയാണ് ഉത്തരവാദി, ക്രിസ്ത്യാനിയെ നീ തന്നെയാണ് ഉത്തരവാദി. അതിന് നിനക്ക് പരിഹാരം ചെയ്യാനുള്ള നിനക്കുള്ള ഏറ്റവും വലിയ അസുലഭ നിമിഷമാണ് നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട, കയ്യും കൈപ്പത്തിയും അതല്ലെങ്കിൽ അരിവാൾ ചുറ്റികയും നീ നോക്കാൻ നിൽക്കേണ്ട, ഒരാളുടെ മുഖത്തെയും നോക്കണ്ട. വോട്ട് ചെയ്യാൻ വേണ്ടി നിനക്ക് മറയിലിരുന്നു കൊണ്ട് രഹസ്യമായിട്ട് നിനക്ക് കുത്താനുള്ളൊരു ചിഹ്നം കിട്ടും. അത് NDA എന്ന് പറയുന്ന BJP നേതൃത്വം നൽകുന്ന ആ സംഘടനയുള്ള മെമ്പർമാർക്ക്, ആളുകൾക്കായിരിക്കണം നീ വോട്ട് കുത്തേണ്ടത്. അവിടെ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതൊന്നും നീ ചിന്തിക്കേണ്ട. BJP എന്ന് പറയുന്ന ആ സംഘടന നേതൃത്വം നൽകുന്ന ഈ രാജ്യത്തിന്റെ സംരക്ഷകരായുള്ള RSS എന്ന് പറയുന്ന ആ രാജ്യന്റെ മാതൃസംഘടന പിന്തുണ കൊടുക്കുന്ന, പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആ സംഘടന ജയിച്ചു വരേണ്ടത് ഹിന്ദുവെ നിന്റെ ആവശ്യമാണ്, ക്രിസ്ത്യാനി നിന്റെ ആവശ്യമാണ്. അല്ലാതെ ഇനിയും ഇവിടെ കൈപ്പത്തിയും അരിവാൾ ചുറ്റിയും ഒക്കെ സ്വപ്നം കണ്ട് നടന്നുകൊണ്ട് അവർക്ക് വോട്ട് കുത്തി നടന്ന് അവരെ വിജയിപ്പിച്ച് നിന്നെ അറക്കാനുള്ള കത്തിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി നീ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ ഇനിയും നീ വിഡ്ഢിയാവാനിരിക്കല്ലേ ഹിന്ദുവെ, ഇനിയും നീ വിഡ്ഢിയാവാനിരിക്കില്ലേ. ക്രിസ്ത്യാനി എന്ന് മാത്രമേ ഈ പറയുന്ന അടിസ്ഥാനപരമുള്ള നിയമസഭയിൽ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള KT ജലീൽ എന്ന് പറയുന്ന തീവ്രവാദി, സിമി എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് വന്ന തീവ്രവാദി, ആ തീവ്രവാദി പറഞ്ഞ കണക്കുദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഇത് ഞാൻ വീട്ടിൽ ഗണിച്ചുണ്ടാക്കിയ കണക്കല്ല. ഹിന്ദുവെ ക്രിസ്ത്യാനി കണ്ണു തുറന്ന് കാണ്, ചെവി തുറന്ന് കേൾക്ക്, തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ച് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നീ ഇനിയും വോട്ട് കുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കഥ കട്ടപ്പയാണ്, കട്ട പുകയാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.